പൊന്തിച്ച് ചാക്കിയിടാൻ നോക്കി അയിമ ചാക്കിയിടാൻ നോക്കിയപ്പോൾ നമ്മൾ വൈത്താൽ വെടിയിടിന്ന് വിളിച്ച് കല്ലൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പോൾ അയിമ അവിടെ ഇട്ടിട്ട് ഓടിയിട്ട് കാൻറോഡും കഴിഞ്ഞ് ഇതായി നമ്മൾ അവിടെ എത്തി. പാർക്കിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ ആൾക്കാർ കൂട്ടിയിട്ട് നമ്മൾ ഓല പിടിച്ച് നമ്മൾ. അപ്പം ഒരു പോലീസ് വണ്ടി അവിടെ നിൽക്കുന്ന ബീച്ച്. ഞാൻ ഓടിപ്പോയി പോലീസ് വണ്ടീനെ കൂട്ടിക്കൊണ്ടായിരുന്നു. ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പോലീസുകാർ വന്നു ഓല കൊണ്ടുപോയി. ഏത് കുട്ടിനെ മോനെ തട്ടിക്കൊണ്ടു നോക്കി? ചെറിയ കുട്ടിയതാ. ഒരു സ്ത്രീ ഇവിടെ പിടിക്കാൻ നോക്കി, പൊന്തിക്കാൻ നോക്കി. അപ്പൊ ഞാൻ കരിഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നപ്പോ അമ്മ പറഞ്ഞു എന്താ സംഭവിച്ചു. ഞാൻ പറയും ഒരു സ്ത്രീ എന്നെ പിടിക്കാൻ നോക്കി. അപ്പൊ എന്റെ കൂട്ടുകാരിതാ പോലീസ് അയാളെ പിടിക്കാൻ പോയി. അപ്പൊ ഇവിടുന്ന് പോലീസിനെ വിളിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പൊ വന്ന് ഇതൊരു തട്ടിക്കൊണ്ടുപോകൽ പരാതിയാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. 2 ഇതര സംസ്ഥാനക്കാരാണ്. അവർ ഇവിടെ പാഴ്വസ്തുക്കളൊക്കെ പെരുക്കി നടക്കുന്ന ആളുകളാണ്. അവർ തട്ടിക്കൊണ്ടുപോകാൻ ആണോ ഉദ്ദേശിച്ചതെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും 2 പേരെയും വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. 2 പേരും മദ്യപിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീനിവാസൻ, ലക്ഷ്മി എന്ന ഈ 2 പേർ, 2 പേരും കർണാടക സ്വദേശികളാണ്. ഇവർ ഇപ്പോൾ വെള്ളയിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ആണ് ഉള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പുതിയ കടവ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. എറണാകുളത്തേക്ക് വരികയാണെങ്കിലും അവിടെയും മറ്റൊരു സംഭവം, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നുവെന്ന് പരാതി ഉയരുകയാണ്. ഇന്നലെ വൈകുന്നേരം നെട്ടൂരിൽ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന കുട്ടികളെയായിരുന്നു തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. മിഠായി നൽകി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. കുട്ടികളുടെ മാതാപിതാക്കളുടെ പരാതിയിൽ പനങ്ങാട് പോലീസ് കേസെടുത്തിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നു. കോഴിക്കോട് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ കൊച്ചിയിൽ എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രി ഏകദേശം ഒരു 6:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നെട്ടൂരിലായിരുന്നു ഈ സംഭവം. രാത്രി ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരവെയായിരുന്നു 10 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളെ ബൈക്കിലെത്തിയ യുവാവ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. സ്വാഭാവികമായും മഴയായിരുന്നു. അതിനാൽ തന്നെ ഇയാൾ റെയിൻകോട്ടും ഒപ്പം മാസ്കും ഒപ്പം ഹെൽമറ്റും ധരിച്ചായിരുന്നു എത്തിയത്. ആദ്യം കുട്ടികളുടെ കയ്യിൽ കുറച്ച് മുട്ടായി നൽകാൻ ഇയാൾ ശ്രമിച്ചിരുന്നു. കുട്ടികൾ ആദ്യം ഇത് വാങ്ങിച്ചു. അതിനുശേഷം അതിവിദഗ്ധമായിരുന്നു കുട്ടികൾ ഇയാളുടെ പക്കൽ നിന്നും രക്ഷപ്പെട്ടത്. കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി പറഞ്ഞു മറ്റൊരു മുട്ടായും കൂടി തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഈ സമയത്ത് ഇയാൾ വാനിൽ നിന്നും, അതായത് ഇയാൾ ഇരുചക്ര വാഹനത്തിലാണ് എത്തിയത്. ഇയാളുടെ ഒപ്പം മറ്റൊരു വാഹനം കൂടി ഉണ്ടായിരുന്നു. ഈ വാഹനത്തിൽ നിന്നും മറ്റൊരു മുട്ടായി എടുക്കാൻ പോകുന്ന സമയമായിരുന്നു ഈ കുട്ടികൾ അതിവിദഗ്ധമായി തലനാരിഴയ്ക്ക് ഓടി രക്ഷപ്പെട്ടത്. കുട്ടികളുടെ മാതാപിതാക്കളുടെ പരാതി അനുസരിച്ച് ഈ കുട്ടികളുടെ അടുത്ത് ചില അശ്ലീല ചേഷ്ടകളും ഇയാൾ കാണിച്ചിരുന്നു. അതിക്രൂരമായി തന്നെയാണ് ഈ കുട്ടികളോട് പെരുമാറിയത്. ചില അശ്ലീല ചേഷ്ടകൾ കാണിച്ചിരുന്നു. അതിനുശേഷമായിരുന്നു ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ഇയാൾ ശ്രമം നടത്തിയത്.